രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് എന്തിന്റെ കേടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അയാള് 3 ബലാത്സംഗ കേസിലെ പ്രതിയാണ്, ഗർഭഛിദ്ര കേസുകളിലെ പ്രതിയാണ്. എന്നാൽ ജാമ്യത്തിലിറങ്ങി കടുത്ത വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിച്ച ഇപ്പോൾ പുറത്താണുള്ളത്. എന്നാൽ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെ എന്തു പേരിട്ടാണ് വിളിക്കുന്നത്? ഒരു കുടുക്കിൽ നിന്ന് മറ്റൊരു കുടുക്കിലേക്ക് എടുത്തു ചാടുക, ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു വലിയ പടുകുഴിയിലേക്ക് എടുത്തു ചാടുന്ന അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആ കേസ് എന്താണെന്ന് വെച്ചാൽ, കടുത്ത ജാമ്യ വ്യവസ്ഥയിൽ പുറത്തുള്ള വ്യക്തി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ വിളിക്കാൻ പാടില്ല എന്ന ജാമ്യ വ്യവസ്ഥയുണ്ട്. ആ ജാമ്യ വ്യവസ്ഥ ഇയാൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസ് കണ്ടെത്തിയതല്ല, അത് കണ്ടെത്തിയത് ആ അതിജീവിത തന്നെയാണ് പോലീസിൽ പരാതിയുമായി എത്തിയത്, പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതിയുമായി എത്തിയത്. അതിജീവിത പറയുന്നത് ഇങ്ങനെയാണ്, ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഫെബ്രുവരി 16 കോടതിയിൽ രഹസ്യമൊഴി നൽകി. ഫെബ്രുവരി 17 എനിക്ക് ഫോൺ വരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോണാണ് വന്നത്. അയാളുടെ വാട്സപ്പിൽ നിന്നാണ് എനിക്ക് കോൾ വന്നത്. പക്ഷെ ഞാൻ ഭയവും പരിഭ്രമവും കാരണം ആ ഫോൺ എടുത്തില്ല. ഭീഷണിയാണോ, എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് എടുത്തില്ല. എന്നിട്ട് ഇക്കാര്യങ്ങൾ കാട്ടിയാണ് പരാതി കൊടുത്തത്. ഈ പറയുന്ന അതിജീവിത 23 വയസ്സുകാരി, ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന ഈ പെൺകുട്ടി നേരിട്ടത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. വിവാഹ വാഗ്ദാനം നൽകി ടെലഗ്രാം നമ്പർ എവിടെന്നോ സംഘടിപ്പിച്ച് വിളിച്ച് വശത്താക്കി നാട്ടിലേക്ക് അവധിക്ക് വന്നപ്പോൾ കൂട്ടിക്കൊണ്ടുപോയി ഫെനി നൈനാൻ എന്ന് പറയുന്ന സുഹൃത്തിന്റെ കാറിൽ ഏതോ ഒരു ഹോം സ്റ്റേയിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ആദ്യ സമാഗമത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുക, ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കുക, എന്നിട്ട് ഐ വാണ്ട് ടു ബ്രേപ്പ് യു, എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞ് ബലാത്സംഗം ചെയ്യുക, കരഞ്ഞ് കാലി പിടിച്ചിട്ടും സമ്മതിക്കാതിരിക്കുക, പാനിക് അറ്റാക്കും ശ്വാസം മുട്ടലും ഉണ്ടായിട്ടും ഈ പ്രതി ആ യുവതിയെ വിട്ടുന്നില്ല. അത്രയും ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച ഈ പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കുകയില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൂടി കേട്ടപ്പോൾ ആകെ തകർന്നു. എന്നിട്ടാണ് പരാതിയുമായി KPCC നേതൃത്വത്തെ സമീപിക്കുന്നത്. അങ്ങനെയാണ് ഇയാള് പുറത്താകുന്നത്. അങ്ങനെ KPCC നേതൃത്വത്തിന് നൽകിയ പരാതി KPCC നേതൃത്വം പോലീസിനെ കൈമാറുകയും അങ്ങനെ വലിയ വിവാദമൊക്കെ ആവുകയും ചെയ്ത സാഹചര്യം നമുക്കറിയാം. ഈ കേസിലും ജാമ്യത്തിൽ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ അവസരത്തിലാണ് വീണ്ടും അതിജീവിതയെ ഫോൺ ചെയ്യാനുള്ള ശ്രമം. എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സാഹസികത ചെയ്തതെന്ന് നമുക്ക് വ്യക്തമല്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അറിവുള്ള ഒരല്പമെങ്കിലും കോടതി നിയമങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകളിൽ കോടതി സ്വീകരിക്കുന്ന നിലപാടുകളെക്കുറിച്ചും വ്യക്തമായ ഒരു അല്പമെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഇങ്ങനെ ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനോ ഒന്നും സാധ്യതയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ടനായി അഭിനയിക്കുകയാണോ അതോ ഇനി മണ്ടൻ തന്നെയാണോ എന്നാണ് അദ്ദേഹത്തിനൊപ്പം നടക്കുന്ന ആളുകളും ചോദിക്കുന്നത്. ഇയാൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്ന് ഒരു വ്യക്തതയും ഇല്ലാത്ത അവസ്ഥ. ഒരു പക്ഷേ എങ്കിൽ പാലക്കാട് വീണ്ടും സ്വതന്ത്രനായി നിന്നാൽ പോലും, വീണ്ടുമല്ല ഒരിക്കൽ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും വിജയപ്രതീക്ഷയുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഇരിക്കെ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നിലിരിക്കെ വീണ്ടും എന്തിനാണ് ഈ യുവതിയെ കയറി ഫോൺ ചെയ്യാൻ പോയതെന്ന ചിന്ത ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിനിടയിലും അതുപോലെ തന്നെ ഇയാൾക്ക് ഒപ്പം നടക്കുന്ന ആളുകൾക്കിടയിലും ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ വാട്സപ്പിൽ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ പരാതി ലഭിച്ചപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘം നടപടി സ്വീകരിച്ച് നേരെ കോടതിയിൽ റിപ്പോർട്ട് നൽകി ഇയാളുടെ ജാമ്യം റദ്ദാക്കുക എന്നാണ് പോലീസിന്റെ ആവശ്യം. അപ്പോൾ കോടതി പറഞ്ഞു, ഇങ്ങനെ ഇത്രയും കൃത്യമായ എവിഡൻസ് ഹാജരാക്കിയ സ്ഥിതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കാണണം, നേരിട്ട് കാണണം. അങ്ങനെ ഈ വരുന്ന ഫെബ്രുവരി 27 നേരിട്ട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കോടതി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കോടതി കയറും, കോടതി തീരുമാനിക്കുകയാണ് ഇയാൾക്ക് ജാമ്യം കൊടുത്തത് ശരിയായില്ല എന്ന് തീരുമാനിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും അഴിക്കുള്ളിലേക്ക് പോവുകയും ചെയ്യും.